സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് നോക്കാം പ്രധാന വാർത്തകൾ. പെരുമ്പാവൂർ വാഴക്കുളത്ത് കോളനി ഒഴിപ്പിക്കലിനെതിരെ പ്രതിഷേധം. കനത്ത പ്രതിഷേധമുയർത്തി സ്ത്രീകളടക്കമുള്ളവർ. നടപടിയുമായി മുന്നോട്ടെന്ന അഭിഭാഷക കമ്മീഷൻ. പുലിപ്പേടിയിൽ വലഞ്ഞ് കോഴിക്കോട് കാരശ്ശേരി. വല്ലത്തായിപ്പാറയിൽ ഇന്നും പുലിയെ കണ്ടെന്ന് നാട്ടുകാർ. നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ്. കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനാക്രമണം. തോട്ടം തൊഴിലാളിയെ എടുത്തെറിഞ്ഞു. പട്ടാമ്പി നേർച്ചയ്ക്കിടെ വീണ്ടും ആനയിടഞ്ഞത് പരിഭ്രാന്തി പരത്തി. നെടുമങ്ങാടും മണ്ണാർക്കാടും അപകട പരമ്പര. നെടുമങ്ങാട് ഓട്ടോയുടെ പിറകിൽ ബൈക്കിടിച്ചു. 3 പേർക്ക് ഗുരുതര പരിക്ക്. ആനമൂളിയിൽ ടെമ്പോ ട്രാവലർ മറിഞ്ഞ് 10 പേർക്ക് പരിക്ക്. മൂന്നാറിൽ മൈനസ് താപനില. തണുപ്പാസ്വദിക്കാൻ വിനോദസഞ്ചാരികൾ ഒഴുകുന്നു. വിശദമായി നോക്കാം. പെരുമ്പാവൂർ വാഴക്കുളം വാര്യത്ത് കാവ് കോളനി ഒഴിപ്പിക്കലിനെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. സ്ത്രീകളടക്കം കനത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു തത്സമയം സ്ഥലത്തു നിന്നും. ആജ്ഞ, ഇതെന്താണ് സംഭവം? എന്തിനാണ് ഈ ഒഴിപ്പിക്കൽ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, 135 വർഷങ്ങൾക്ക് മുൻപ് ഇവിടം പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ചിരുന്ന ആളുകളാണ് ഇവരെന്നാണ് ഈ 8 കുടുംബങ്ങളുടെ അവകാശവാദം. അങ്ങനെയാണ് അത് 1975 അതുമായി ബന്ധപ്പെട്ടുള്ള പട്ടയം ആവശ്യപ്പെട്ട് എത്തിയപ്പോഴാണ് സ്വകാര്യ വ്യക്തി തന്റെ ഭൂമിയാണ് എന്നുള്ള അവകാശവാദവും ഉന്നയിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടന്നത്. അത് നേരത്തെ മുൻസിഫ് കോടതി ഇവർക്ക് അനുകൂലമായി വിധിച്ചിരുന്നെങ്കിലും പിന്നീട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആ വിധിയെ എതിർത്തുകൊണ്ട്, അതായത് ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന തരത്തിലുള്ള വിധി ഉടമസ്ഥൻ എന്നവകാശപ്പെടുന്ന ആൾ കൈക്കലാക്കി. അതിനെ തുടർന്നുണ്ടായ നടപടികളാണ്. അത് 3 തവണയായി ഇവരെ ഒഴിപ്പിക്കൽ നടപടികൾ തുടരുന്നുണ്ട്. പക്ഷേ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പലതവണയും അഭിഭാഷക കമ്മീഷന് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് ഇപ്പോഴും കോടതി വിധിയെ തുടർന്ന്, അതായത് വിധി പകർപ്പുമായിട്ടാണ് അഭിഭാഷക കമ്മീഷൻ ഇവിടെയുള്ളവരെ ഒഴിപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടർ, അഭിഭാഷക കമ്മീഷൻ, ACP തുടങ്ങിയ ആളുകൾ, വലിയ പോലീസ് സന്നാഹങ്ങളൊക്കെ സ്ഥലത്തുണ്ട്. നേരത്തെ സംഘർഷങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള വലിയ സന്നാഹങ്ങളോടുകൂടി പോലീസ് ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അഭിഭാഷക കമ്മീഷന്റെ തീരുമാനം. അങ്ങനെയാണ്. അതേസമയം ഇടയ്ക്ക് അയൽവാസികളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട്, അതായത് ഭൂമി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അവരുടെ ഭൂമിയെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് കൃത്യമായ നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ള അവകാശവാദവുമായിട്ടാണ് മുന്നോട്ട് വന്നത്. പക്ഷേ ഈ കാര്യത്തിലൊക്കെ അവർക്ക് കൃത്യമായ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് അഭിഭാഷക കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. അതേസമയം മരണം വരെയും ഇതിനു മുന്നിൽ സമരം ചെയ്യും. എന്ത് തരത്തിലുള്ള നടപടികളുണ്ടായാലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ്. ഇതിനിടയിൽ 6 സ്ത്രീകളാണ് ഇവിടെ. കടുത്ത ചൂടാണ്, പ്രതിഷേധത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. പ്രതിഷേധത്തിന് മുന്നിലാണ് അവരൊക്കെ. അതിന്റെ സാഹചര്യത്തിൽ 6 സ്ത്രീകളാണ് കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. എന്തു തന്നെ വന്നാലും ഇതുമായി ബന്ധപ്പെട്ട പിന്നോട്ടില്ല എന്ന് തന്നെയാണ് സമരക്കാരുടെ തീരുമാനം. ജുഡീഷ്യൽ കമ്മീഷൻ ഇത്തരത്തിൽ തങ്ങൾ, അതായത് പിന്നോട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിൽ, അത് തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിന്നതോടുകൂടി കോടതി വിധിയാണ്, അതിനെ മാനിക്കുകയാണ്, അത് നടപ്പിലാക്കലാണ് തങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ അഭിഭാഷക കമ്മീഷൻ വ്യക്തമാക്കിയതോടുകൂടി സമരം കൂടുതൽ ശക്തമാകുന്ന, അതല്ലെങ്കിൽ സമരമുഖത്തേക്ക് കൂടുതൽ സ്ത്രീകൾ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട 3 തവണയാണ് ഇത്തരം വലിയ സംഘർഷങ്ങളെ തുടർന്ന് ഈ ഭൂമി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ തടഞ്ഞു വെച്ചത്. അങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും പിന്മാറിയത്, അഭിഭാഷക കമ്മീഷൻ ഉൾപ്പെടെ പിന്മാറിയത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. എന്തായാലും ഇത് പെരിയാർ വാലിയുമായി ബന്ധപ്പെട്ടുള്ള പുറമ്പോക്ക് ഭൂമിയിലാണ് തങ്ങൾ താമസിക്കുന്നത്. 135 വർഷമായി തങ്ങളും തങ്ങളുടെ പിൻതലമുറക്കാരും ഇവിടെ താമസിക്കുന്നു എന്നുള്ള ഒരു
കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. 8 ദളിത് കുടുംബങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട കുടിയിറക്കി ഭീഷണി നേരിടുന്നത്. എന്തായാലും ഈ കോടതി വിധി വാങ്ങിച്ച ആൾ, അദ്ദേഹം മരിച്ചുപോയി. ശങ്കരൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പിൻതലമുറയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകളൊക്കെ കൈപ്പറ്റിയിരിക്കുന്നതും. ഈ സുപ്രീം കോടതി വിധിയെ തുടർന്ന് സുപ്രീം കോടതി ഭൂമി ഒഴിഞ്ഞു നൽകണം, അല്ലെങ്കിൽ ഭൂമിയിലുള്ളവരെ ഒഴിപ്പിക്കണം എന്നുള്ള സുപ്രീം കോടതി വിധിയെ തുടർന്ന് അത് നടപ്പിലാക്കാൻ തന്നെയാണ് അഭിഭാഷക കമ്മീഷൻ സംഘവും ഇവിടെ എത്തിയിട്ടുള്ളത്. ജസ്റ്റിസ് ജയപാലൻ സംഘവുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാടിലാണ് അഭിഭാഷക കമ്മീഷൻ. അതുപോലെ തന്നെ സമരമുഖത്തു നിന്നും പിന്നോട്ടില്ല എന്നുള്ള നിലപാടിലാണ് സമരക്കാരും. ഭവ്യ, ഈ സമരമുഖത്ത് നിന്ന് പിന്നോട്ടില്ല എന്ന് സമരക്കാർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അനിശ്ചിതകാല സമരത്തിന്റെ ബോർഡടക്കം കാണുന്നുണ്ട്. സ്ത്രീകളടക്കം വലിയ പ്രതിഷേധമുയർത്തുന്നു. നിലത്തിരുന്നു കൊണ്ടുള്ള പ്രതിഷേധം നാട്ടുകാർ ഒന്നടങ്കം അവിടെ സംഘടിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അഭിഭാഷക കമ്മീഷൻ പറയുന്നത്? അവർ മുന്നോട്ട് പോകാൻ തന്നെയുള്ള നീക്കമാണോ? അവരെ തടയുമെന്നാണോ നാട്ടുകാർ പറയുന്നത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ അനിശ്ചിതകാല സമരം തുടങ്ങിയത് 2003-ലാണ്. അതിനുശേഷം 2 തവണ കൂടി ഒഴിപ്പിക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അഭിഭാഷക കമ്മീഷൻ സംഘം ഇവിടെ എത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വലിയ സംഘർഷം ഇവിടെ ഉണ്ടാവുകയും ആ സംഘർഷത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ വലിയ സന്നാഹങ്ങൾ വിന്യസിച്ചുകൊണ്ട് ഇവിടെ അഭിഭാഷക കമ്മീഷൻ സംഘം എത്തിയിരിക്കുന്നതാണ്. ഡെപ്യൂട്ടി കളക്ടർ സ്ഥലത്തുണ്ട്, ACP സ്ഥലത്തുണ്ട്, വലിയ പോലീസ് സന്നാഹമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് നേരത്തെ തന്നെ ഇവരുമായി സ്ത്രീകളും കുട്ടികളുമൊക്കെ ആയി പ്രശ്നത്തിൽ ഇടപെടുകയും അവർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം മുൻപുണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വലിയ സന്നാഹങ്ങൾ ഇവിടെയുള്ളത്. എന്തായാലും ജുഡീഷ്യൽ അഭിഭാഷക കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് മുൻസിഫ് കോടതിയിൽ നിന്നും സ്റ്റേ ഓർഡർ വാങ്ങാനുള്ള സാഹചര്യം പോലും നൽകാതെ, അല്ലെങ്കിൽ മുൻസിഫ് കോടതിയെ സമീപിക്കാനുള്ള സമയം പോലും തരാതെ ഇത്തരം നടപടികളിലേക്ക് നീങ്ങുന്നത് നിയമവിരുദ്ധമാണ് എന്ന് സമരക്കാർ ബോധ്യപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല, നെയ്ബർഹുഡിന്റെ പ്രശ്നങ്ങൾ, അയൽവാസിയുടെ ഭൂമിയെ ഈ ഒഴിപ്പിക്കൽ നടപടികളിൽ പെടുമോ, അതല്ലെങ്കിൽ അളന്നു തിട്ടപ്പെടുന്നതിൽ പെടുമോ തുടങ്ങിയ സാഹചര്യങ്ങളും തുടങ്ങിയ സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അയൽവാസികൾക്ക് നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ള തർക്കവുമുണ്ട്. പക്ഷേ ഇതൊക്കെ ജുഡീഷ്യൽ അഭിഭാഷക കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയല്ല, നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് കമ്മീഷനുള്ളത് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേ തുടർന്ന് സമരം കൂടുതൽ ശക്തമാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും മരണം വരെ സമരം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഈ സമരമുഖത്തുണ്ട്. 6 സ്ത്രീകളാണ് ഈ കടുത്ത ചൂടിനെ തുടർന്നോ അല്ലെങ്കിൽ ഈ കാലാവസ്ഥയെ പ്രതിരോധിക്കാനാകാതെ സമരത്തെ പ്രതിരോധിക്കാനാകാതെയും കുഴഞ്ഞു വീണത് 6 സ്ത്രീകളാണ്. എന്തായാലും നിലവിൽ സമരം കൂടുതൽ ശക്തിപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭവ്യ, രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂർ വാഴക്കുളം പാരിത്തുകാവ് കോളനി ഒഴിപ്പിക്കലിനെത്തിയ ഉദ്യോഗസ്ഥരെക്കെതിരെയുള്ള പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കണ്ടത്. രവീന്ദ്രനാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. പുലിപ്പേടി മാറാതെ കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്ത് വല്ലത്താഴിപ്പാറയിൽ ഇന്ന് പുലർച്ചെയും നാട്ടുകാർ പുലിയെ കണ്ടു. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ആഴ്ചകളായി പുലിപ്പേടിയിലാണ് കാരശ്ശേരി കൂടരഞ്ഞി മേഖല. നാട്ടുകാർ തുടർച്ചയായി പുലിയെ കണ്ടതോടെ ഭീതിയിലായിരുന്നു. തുടർന്ന് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ആഴ്ചകൾക്ക് ശേഷം പുലി കുടുങ്ങി. ഇതോടെ പുലിപ്പേടി ഒഴിഞ്ഞെന്ന് കരുതി ആശ്വസിച്ചു. എന്നാൽ പ്രദേശത്ത് കൂടുതൽ പുലിയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് പുലർച്ചെ 3:30-ഓടെ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയ ഓട്ടോ ഡ്രൈവറാണ് വല്ലത്തായിപ്പാറയിൽ പുലിയെ കണ്ടത്. തൊട്ടടുത്ത പീച്ചാപ്പൊയിൽ സ്വദേശി അബ്ദുറഹ്മാന്റെ വീട്ടുമുറ്റത്ത് കാൽപ്പാടും കണ്ടെത്തി. സംഭവം രാവിലെ നമുക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാനെന്റെ ജ്യേഷ്ഠനാണ് പോകുന്ന സമയത്ത് വല്ലത്തായിപ്പാറ പാലത്തിന്റെ ആണ് നമ്മളെ മുക്കത്തേക്ക് തിരിയുമ്പോൾ ഒരു 100 മീറ്റർ 50 മീറ്റർ മാറിയിട്ടാണ് ഈ സാധനത്തിനെ കാണുന്നത്. അതായത് നല്ല സൈസുള്ള സാധനമാണ്. അതാണ് ഇങ്ങനെ പതുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തെത്തിയപ്പോഴാണ് ഇങ്ങോട്ട് പൊന്തിയപ്പോൾ നല്ല സൈസ് ഉണ്ട് സാധനം. സംഭവം 99% പുലി തന്നെയാണ്. അത് മാറ്റില്ല. എന്തായാലും പൂച്ചല്ല, സംഭവം ഉറപ്പാണ്. അത് കാര്യത്തിൽ ഉറപ്പാണ്. നേരത്തെ പുലിയെ കണ്ട അതേ പ്രദേശത്താണ് ഇന്നും പുലിയെ കണ്ടത്. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് ഉറപ്പു നൽകിയതായി വാർഡ് മെമ്പർ. നമ്മൾ ഈ വിവരങ്ങളൊക്കെ ഫോറസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ക്യാമറ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഉണ്ടാക്കാന്നാ പറഞ്ഞ്. ജനങ്ങളൊക്കെ ആശങ്കയിലാണ്. കാരണം രാവിലെ നടക്കാൻ പോകുന്നവരും ടാപ്പിങ്ങിന് പോകുന്നവരും ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു റോഡാണിത്. പുലിയെ പിടികൂടാൻ കൂടി സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 കോഴിക്കോട്.
അതിരപ്പള്ളി കാലടി പ്ലാന്റേഷനിൽ വീണ്ടും കാട്ടാന ആക്രമണം. തൊഴിലാളിക്ക് പരിക്കേറ്റ പ്രസാദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ഡിവിഷൻ 13-ാം ബ്ലോക്കിലാണ് സംഭവം. ആന തൊഴിലാളിയെ തുമ്പിക്കൈകൊണ്ട് എടുത്തെറിയുകയായിരുന്നു. കശുമാവിൻ തോട്ടത്തിൽ നിന്നിരുന്ന ആനയെ ഓടിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്ന് വന്ന മറ്റൊരു ആനയാണ് പ്രസാദിനെ ആക്രമിച്ചത്. 111-ാം പട്ടാമ്പി നേർച്ച ആഘോഷിച്ചു. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരും വാദ്യമേള ഘോഷങ്ങളും കലാപരിപാടികളുമായി നടന്ന ഘോഷയാത്ര വർണ്ണാഭമായി. ആഘോഷത്തിന്റെ സമാപനമായ ഗജഘോഷയാത്രയ്ക്ക് പിന്നാലെ പേരൂർ ശിവൻ എന്ന ആനയിടഞ്ഞത് പരിഭ്രാന്തി പരത്തി. ഒരാൾക്ക് പരിക്കേറ്റു. മതസൗഹാർദ്ദ സന്ദേശം വിളിച്ചോതി നടക്കുന്ന പട്ടാമ്പി നേർച്ചയുടെ പ്രധാന ആകർഷണമായ ഘോഷയാത്രയും ഗജസംഗമവും ആസ്വദിക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. വിവിധ ഉപാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗജവീരന്മാർ, ബാൻഡ് മേളം, കലാപരിപാടികൾ എന്നിവയോടുകൂടി പ്രാദേശിക ഘോഷയാത്രകൾ തുടങ്ങി. കൂട്ടായിത്തെരുവിൽ നിന്ന് വന്ന പാരമ്പര്യ അവകാശികളെ കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ മേലെ പട്ടാമ്പിയിൽ സ്വീകരിച്ചു. തുടർന്ന് മതസൗഹാർദ്ദ ഘോഷയാത്ര. പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും 45 ഉപകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നെറ്റിപ്പട്ടം കെട്ടിയ ആനകളും ബാൻഡ് വാദ്യങ്ങളും വാദ്യങ്ങളുടെ താളത്തിനൊത്ത് നൃത്തം ചവിട്ടി നീങ്ങിയ യുവാക്കളുടെ സംഘങ്ങളും ആവേശമായി. ന്യൂസ് 18 പട്ടാമ്പി. നേർച്ച കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞു പോകുന്ന സമയത്താണ് ഈ ആന ഇടഞ്ഞത്. മേലെ പട്ടാമ്പിയിലേക്കുള്ള റോഡിലൂടെ ഇടഞ്ഞൂടിയ ആന ഏറെ നേരം പരിഭ്രാന്തി പരത്തി. രക്ഷപ്പെടാനായി സമീപത്തെ പട്ടാമ്പി യു പി സ്കൂളിന്റെ ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ച മധ്യവയസ്കന്റെ കാലിലൂടെ കമ്പി തുളച്ചുകയറി ഗുരുതരമായി പരിക്കേറ്റു. നിരവധി പേർക്ക് തിക്കിലും തിരക്കിലും നിസാര പരിക്കേറ്റിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം കൂട്ടനാട് നേർച്ചയ്ക്കിടയിൽ ആന ഇടഞ്ഞത് പാപ്പാനെ കുത്തി കൊന്നിരുന്നു. തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന അവശതയിലെന്ന് തെളിയിക്കുന്ന പുതിയ ദൃശ്യങ്ങൾ പുറത്ത്. വെറ്റിലപ്പാറ സ്കൂളിന് സമീപമാണ് ആന ഇറങ്ങിയത്. ഏതാറ്റുമുഖം ഗണപതി എന്ന് നാട്ടുകാർ വിളിക്കുന്ന കാട്ടുകൊമ്പനൊപ്പമാണ് പരിക്കേറ്റ ആനയുടെ സഞ്ചാരം. മസ്തകത്തിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നെടുമങ്ങാട് വിതുര റോഡിൽ മുള്ളിലവിൻ മൂട് നയര പെട്രോൾ പമ്പിലേക്ക് കയറിയ ഓട്ടോയുടെ പിറകിൽ അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഇടിച്ചു കയറി. ബൈക്ക് യാത്രക്കാരായ 2 പേർക്കും ഓട്ടോ യാത്രക്കാരായ ഒരാൾക്കും ഗുരുതര പരിക്ക്. 3 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബാക്കിയുള്ളവർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലാണ്. നെടുമങ്ങാട് പനങ്ങോട് ജയകുമാറും കുടുംബവും സഞ്ചരിച്ചിരുന്ന ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് മണ്ണാർക്കാട് ആനമുളിൽ നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മറിഞ്ഞ് 10 പേർക്ക് പരിക്ക്. അട്ടപ്പാടി ജെല്ലിപ്പാറയിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 8 മണിയോടെയാണ് അപകടം. പരിക്കേറ്റവരെ മണ്ണാർക്കാട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പത്തനംതിട്ട റാന്നിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. കൊല്ലം സ്വദേശി ആദർശാണ് മരിച്ചത്. കാർ വെട്ടിപ്പൊളിച്ചാണ് കാറിൽ കുടുങ്ങിയ ആദർശിനെ പുറത്തെടുത്തത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം എസ് രാജേന്ദ്രന്റെ മകനാണ് ആദർശ്.
റിഫൈനറിയിലെയും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിലെയും വിഷപ്പുക ശ്വസിച്ച് ജീവിക്കുന്ന അയ്യൻകുഴി നിവാസികൾക്ക് അനുകൂലമായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട്. സ്ഥലത്ത് വായുവിലും വെള്ളത്തിലും ഗുരുതര രോഗത്തിനിടയാക്കുന്ന പദാർത്ഥങ്ങളുണ്ടെന്നും ശബ്ദ മലിനീകരണം രൂക്ഷമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അയ്യൻകുഴി നിവാസികൾ നടത്തുന്ന സമരം 87 ദിവസം പിന്നിട്ടു. അയ്യൻകുഴിയിലെ മലിനീകരണത്തിന്റെ തോത് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ 30 ദിവസമായി സ്ഥലത്തെ വായുവും വെള്ളവും ശബ്ദവും പരിശോധിച്ചു. അയ്യൻകുഴി വാസയോഗ്യമല്ലെന്ന് പരോക്ഷമായി റിപ്പോർട്ടിൽ പറയുന്നു. വായുവും വെള്ളവും ഗുരുതര രോഗത്തിന് കാരണമാകും വിധം മലിനമായി. ശബ്ദ മലിനീകരണം രാത്രിയോ പകലോ എന്നില്ലാതെ രൂക്ഷം. ജനവാസ മേഖലയിൽ അനുവദനീയമായ ശബ്ദപരിധി 45 ഡെസിബൽ എന്നിരിക്കെ അയ്യൻകുഴിയിൽ അത് 61 മുതൽ 69 ഡെസിബൽ വരെ. തങ്ങൾക്ക് അനുകൂലമാകുന്ന റിപ്പോർട്ട് വന്നിട്ടും അയ്യൻകുഴി നിവാസികളുടെ ആശങ്ക മാറുന്നില്ല. ഇനി ഇതിനകത്ത് എന്തൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ട് എന്ന് കണ്ടെത്താനായിരിക്കും അവർ ശ്രമിക്കുന്നത്. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ, ഇപ്പം നമുക്കത് കാരണം ഒരു കാര്യങ്ങൾ തുടർന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മെഡിക്കൽ റിപ്പോർട്ടിൽ അന്ന് 80 പേരെ പരിശോധിച്ചാൽ 40-ലധികം പേർക്ക് ശ്വാസകോശ രോഗങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ ഇത് സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് ഇത് വന്നത്. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് അതുണ്ടായെന്നുള്ളത് തെളിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ വേണമെങ്കിൽ ഇനിയൊരു മെഡിക്കൽ വേണമെങ്കിൽ വയ്ക്കും. അപ്പോൾ ഇവർക്ക് സമയം നീട്ടിക്കൊണ്ടാണുള്ളൊരു സമയം. അത് കാരണം ഞങ്ങൾക്കത് പറയാൻ പേടിയാണ്. നമ്മളെന്തെങ്കിലും നമ്മുടെ വായിൽ നിന്ന് വീണ അതേ കയറി തൂങ്ങാനിരിക്കുന്നവരാണ് ഈ കളക്ടറും. അല്ലാണ്ട് നമ്മളെ രക്ഷിക്കണമെന്നുള്ളതല്ല. പുനരധിവാസം ഉറപ്പാക്കുന്നതുവരെ അയ്യൻകുഴി നിവാസികൾ നടത്തുന്ന സമരം 87 ദിവസം പിന്നിട്ടു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ കൊച്ചിൻ റിഫൈനറിയുടെയും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിന്റെയും കൂറ്റൻ മതിലുകൾക്കിടയിൽ ഇപ്പോഴും ദുരിതജീവിതം നയിക്കുകയാണ് അയ്യൻകുഴി നിവാസികൾ. ന്യൂസ് 18 കൊച്ചി. മൂന്നാറിൽ ഡബിൾ ഡെക്കർ ബസ്സിനൊപ്പം ഇപ്പോൾ കനത്ത തണുപ്പും ആസ്വദിക്കാം. കഴിഞ്ഞ ദിവസം മൂന്നാറിൽ തണുപ്പ് -1 ചെണ്ടുവാർ എസ്റ്റേറ്റിലാണ് -1 ഡിഗ്രി രേഖപ്പെടുത്തിയത്. ഇതോടെ മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാറിലെ പല ഭാഗങ്ങളിലും തണുപ്പ് 0 ഡിഗ്രി എത്തിയിരുന്നെങ്കിലും ആദ്യമായാണ് -1 ഡിഗ്രിയിലേക്ക് എത്തുന്നത്. ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ തണുപ്പാണ് കഴിഞ്ഞ ദിവസം മൂന്നാർ പ്രദേശത്ത് അനുഭവപ്പെട്ടത്. ഇതോടെ തേയിലക്കാടുകൾ, മൈതാനങ്ങൾ എന്നിവിടങ്ങളിൽ മഞ്ഞുകട്ടകൾ നിറഞ്ഞിരിക്കുകയാണ്. തണുപ്പ് മൈനസിലെത്തിയതോടെ വിദേശ വിനോദസഞ്ചാരികളുടെ കടന്നുവരവും വർദ്ധിച്ചിട്ടുണ്ട്. മൂന്നാറിന്റെ സൗന്ദര്യം KSRTC ഡബിൾ ഡെക്കർ ബസ്സിലിരുന്ന് ആസ്വദിക്കുന്നതോടൊപ്പം മൂന്നാറിന്റെ തണുപ്പ് ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് കഴിയുന്നത് ടൂറിസം മേഖലയ്ക്ക് വളരെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. രാവിലെ വൈകിയെത്തുന്ന വെയിലും വൈകുന്നേരം പതിവിലും നേരത്തെ എത്തുന്ന തണുപ്പും വിനോദസഞ്ചാരികൾക്ക് പുത്തൻ ഉണർവാണ് സമ്മാനിക്കുന്നത്. വരും ദിവസങ്ങളിൽ മൂന്നാറിൽ തണുപ്പ് ഇതിലും താഴേക്ക് പോകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് 18 മൂന്നാർ. കായംകുളത്ത് വഴിയോര കച്ചവടക്കാരിയെ കബളിപ്പിച്ച വാൻ യാത്രികർക്കായി അന്വേഷണം ആരംഭിച്ചു. കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ പേരയ്ക്ക കച്ചവടം നടത്തി വരുന്ന ഷെൽവിയാണ് തട്ടിപ്പിനിരയായത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കായംകുളം പോലീസാണ് അന്വേഷണം ആരംഭിച്ചത്. കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ തീർത്ഥം പൊഴിച്ചാലുമൂട് ജംഗ്ഷന് സമീപമാണ് സെൽവി കച്ചവടം ചെയ്തിരുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ ചുവന്ന ഒമ്നി വാനിലെത്തിയ യുവാക്കൾ ഇവരിൽ നിന്നും പഴവർഗ്ഗങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകാതെ കടന്നുകളയുകയായിരുന്നു. പേരക്ക, മാങ്ങ, സപ്പോട്ട എന്നിവ ഉൾപ്പെടെ 2000 രൂപയുടെ പഴവർഗ്ഗങ്ങളാണ് യുവാക്കൾ വാങ്ങിയത്. വാനിൽ നിന്നും ഇറങ്ങാതെയാണ് യുവാക്കൾ പഴങ്ങൾ വാങ്ങിയത്. പണം കൈവശമില്ലെന്നും ഓൺലൈനായി നൽകാമെന്നും ഇവർ പറഞ്ഞതോടെ സ്കാനറിന്റെ സ്റ്റാൻഡ് താഴെ നിന്നും സെൽവി എടുക്കുന്ന സമയം കൊണ്ടാണ് ഇവർ വാനുമായി കടന്നുകളഞ്ഞത്. വേനിൽ 2 ആൾക്കാർ വന്ന് സാധനം കേട്ട് പേരക്ക, സപ്പോട്ട, മാമ്പഴം എല്ലാ സാധനം വാങ്ങി പണം കേട്ടதுக்கப்புறம் ஜிபே இருக்குதான்னு கேட்டு ஜிபே கேட்க இருக்குன்னு சொல்லி எடுத்து காமிக்கிறதுல வண்டி எடுத்துட்டு போய் 2000 രൂപയ്ക്ക് വാങ്ങി. കഴിഞ്ഞ 5 വർഷമായി സെൽവി കായംകുളത്ത് പഴവർഗ്ഗങ്ങൾ കച്ചവടം ചെയ്തു വരികയാണ്. പ്രധാനമായും പേരക്കയാണ് കച്ചവടം ചെയ്യുന്നത്. സീസൺ അനുസരിച്ച് മാമ്പഴം, സപ്പോട്ട, പപ്പായ എന്നിവ കച്ചവടം ചെയ്തു വരികയായിരുന്നു. ഇവരുടെ ആകെ വരുമാന മാർഗമാണ് ഈ കച്ചവടം. തങ്ങൾക്കുണ്ടാകുന്ന ആദ്യത്തെ അനുഭവമാണ് ഇതെന്നും തങ്ങളുടെ 3 ദിവസത്തെ അധ്വാനമാണ് അവർ കവർന്നതെന്നും സെൽവി പറഞ്ഞു. ഇവരെ കബളിപ്പിച്ചു കടന്ന ഒമ്നിക്കാറിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ CCTVയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കായംകുളം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കായംകുളം. കൊട്ടാരക്കര വിലങ്ങര ക്ഷേത്രത്തിലെ തൈപ്പൂയത്തിന് അഴകായി കാവടി ചമയങ്ങൾ. ക്ഷേത്രത്തിന് മുന്നിലായി ഒരുക്കിയ പ്രത്യേകം പന്തലിൽ 100 കണക്കിന് പീലിക്കാവടികളാണ് നിർത്തിയിരിക്കുന്നത്. തൈപ്പൂയ ദിനത്തിലെ കാവടിയാട്ടത്തിന് മുന്നോടിയായിട്ടാണ് കാവടി ചമയം ഒരുക്കിയത്. പീലിക്കാവടികൾക്ക് പുറമെ അറുമുഖ കാവടികളും ആനച്ചമയങ്ങളും ഒരുക്കിയാണ് കാവടി ചമയം ഭക്തർക്ക് ദൃശ്യവിരുന്നൊരുക്കിയത്.
കടക്കൽ ദേവീക്ഷേത്രത്തിൽ നിന്നും തൈപ്പൂയ വിളംബര ഘോഷയാത്രയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം. ദേവരഥ പൂജയും കാവടി പൂജയും കഴിഞ്ഞതിനു ശേഷമാകും തൈപ്പൂയ ദിനത്തിൽ കാവടിയാട്ടം നടക്കുക എന്ന് ഭാരവാഹികൾ. വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തിച്ചേരുന്നതിന് കേരളത്തിലെ കൊല്ലം ജില്ലയിൽപ്പെട്ട ഇതര ജില്ലയിൽപ്പെട്ട KSRTC ഡിപ്പോയിൽ നിന്ന് നിരവധി വാഹനങ്ങൾ സ്പെഷ്യൽ സർവീസായി അയക്കുന്നതിന് ഇവിടുത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഒരു സഹായത്തോടെ അതിനുള്ള ക്രമീകരണങ്ങളും ദേവസ്വം ഭരണസമിതി മുൻകൈയെടുത്ത് ചെയ്തിട്ടുണ്ട്. ശരീരത്തിൽ ശൂലം തറച്ചുകൊണ്ടുള്ള ആചാരങ്ങൾ ഒഴിവാക്കിയാണ് ക്ഷേത്രത്തിൽ തൈപ്പൂയ ആഘോഷം നടത്തുക. ഉത്സവത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭരണസമിതി അറിയിച്ചു. ആ കാവടിയാട്ടത്തിലേക്കുള്ള തുടക്കമായിരുന്നു ഇന്നലെ കാവടി ചമയം എന്ന രീതിയിൽ നടന്നത്. പിന്നെ ഇവിടെ വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അന്നദാനം തന്നെ വലിയ 1 ലക്ഷം പേർക്ക് അന്നദാനം കൊടുക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. തൈപ്പൂയ നാളിൽ പുലർച്ചെ ഇണ്ടിളിയപ്പൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പനിനീർ കാവടിയാട്ടം ഉണ്ടാകും. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നെത്തുന്ന ഇളനീർ കാവടികൾക്ക് ശേഷമാകും അഭിഷേകം നടക്കുക. തുടർന്ന് സ്വർണ്ണക്കാവടി, പഞ്ചലോഹ കാവടികളുടെ എഴുന്നള്ളത്തും ദേവരഥ പ്രദക്ഷിണവും നടത്തും. രാത്രി 8-ന് നടക്കുന്ന ഭസ്മക്കാവടിയാട്ടത്തോടെ ഉത്സവം സമാപിക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. ബാലരാമപുരം ഐത്തിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷിക ചടങ്ങിന് കൊടിയേറി. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കലാപരിപാടികൾ, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, അന്നദാനം എന്നിവ ഉണ്ടായിരിക്കും. 16-നാണ് കൊടിയിറക്കം. എറണാകുളം ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ 2024-25 വർഷത്തെ ജില്ലാ സെമിനാർ കുട്ടമ്പുഴയിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന സെമിനാർ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയും ഫെഡറലിസവും എന്നതായിരുന്നു വിഷയം. ജില്ലയിലെ വിവിധ ലൈബ്രറികളിൽ നിന്നായി 650-ൽ പരം ആളുകൾ പങ്കെടുത്തു. കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ്. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റിംഗ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുമിറ്റക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായുള്ള പബ്ലിക് ഹിയറിംഗ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യക്ക് തന്നെ മാതൃകയാണെന്നും എന്നാൽ കേന്ദ്ര ബജറ്റിൽ വിഹിതം കൂട്ടാതെ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള സമീപനം ഉണ്ടാവുന്നതായും മന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ ബജറ്റ് കേന്ദ്ര ബജറ്റ് കഴിഞ്ഞ വർഷത്തെ അതേ തുകയാണ് ഈ വർഷം നീക്കിവെച്ചത്. കഴിഞ്ഞ വർഷത്തെ അതേ തുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പൈസ കുറയും. കാരണം എന്താ അറിയാം, കഴിഞ്ഞ വർഷത്തേക്കാൾ വിലക്കയറ്റം കൂടി, പണപ്പെരുപ്പത്തിന്റെ നിരക്ക് കൂടി. അപ്പൊ ഫലത്തിൽ ഒരേ തുക നീക്കി വെക്കുമ്പോൾ ഈ വർഷം കുറയും. തുക വെട്ടിക്കുറച്ചാൽ കൂലി കൊടുക്കാൻ കഴിയാതെ വരും. ആവശ്യപ്പെടുന്ന എല്ലാവർക്കും കൊടുക്കാൻ കഴിയാതെ വരും. അപ്പൊ കുറെ കാലം ഇങ്ങനെ ആകുമ്പോ അതിന് പോയിട്ട് കാര്യമില്ല, കാശ് കിട്ടില്ല എന്നൊരു തോന്നൽ വന്നാൽ പിന്നെ ആൾക്കാർ വരില്ല. അപ്പൊ പതുക്കെ അത് കൂട്ടാം. ഇതാണ് മനോഭാവം. CDPO ഉഷ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുമിറ്റിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ, വൈസ് പ്രസിഡന്റ് CM മനോമോഹനൻ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമായ ശ്രീവരാഹം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ഇടതു തട്ടകമായ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങളാണ് പ്രമുഖരെ പ്രചാരണത്തിനിറക്കി BJPയും UDFും നടത്തുന്നത്. വരുന്ന 24-നാണ് ഉപതെരഞ്ഞെടുപ്പ്. CPI നേതാവും ശ്രീവരാഹം വാർഡ് കൗൺസിലറുമായിരുന്ന വിജയകുമാറിന്റെ മരണത്തെ തുടർന്ന് ഒഴിവുവന്ന സീറ്റിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വോട്ടുകൾ നേടി ജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് സ്ഥാനാർത്ഥിയായ V ഹരികുമാർ. 100% പ്രതീക്ഷയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാരമ്പര്യമായിട്ടുള്ള സീറ്റാണ് ശ്രീവരാഹം വാർഡ്. ആ വാർഡ് ഈ പ്രാവശ്യം വീണ്ടും ശ്രീവരാഹത്തിൻ്റെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ജനങ്ങളുടെ കൂടെയാണ്. അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങളെ വിജയിപ്പിക്കും. ഇപ്പം ഞങ്ങളെല്ലാ നേതാക്കന്മാരും രംഗത്തുണ്ട്.
ഞങ്ങൾ സജീവമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാവരും ഈ വാർഡിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ട് വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഞാൻ വിജയിക്കുമെന്നുള്ള ഉറപ്പാണ്. ശ്രീവരാഹം തിരിച്ചുപിടിക്കാൻ ജില്ലയിലെ മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കിയാണ് UDFന്റെ പ്രചാരണം പുരോഗമിക്കുന്നത്. പ്രമുഖ നേതാക്കളെ പ്രചാരണത്തിനെത്തിക്കുന്നതിലൂടെ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥി സുരേഷ് കുമാർ. തീർച്ചയായിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പിലെ വൻ ഭൂരിപക്ഷത്തോടു കൂടി UDFനെ വിജയിപ്പിക്കും ഇവിടുത്തെ ജനങ്ങൾ. തീർച്ചയായിട്ടും ജനങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി അവസരം കാത്തിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു അവസരം സർക്കാരും കോർപ്പറേഷനും ഉണ്ടാക്കിക്കൊടുത്തതിൽ നമ്മുടെ ജനം സന്തോഷിക്കുകയാണ്. ഈ അവസരം UDFന് അനുകൂലമായി വരികയും തീർച്ചയായിട്ടും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടിന് പരാജയപ്പെട്ട BJP സ്ഥാനാർത്ഥി R മിനിയും ഇത്തവണ വിജയമുറപ്പിച്ചാണ് പ്രചാരണത്തിനിറങ്ങിയിരിക്കുന്നത്. ഉറപ്പിച്ച് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇത് തന്നെ എല്ലാവരും പറയുന്നത്. അതാണ് സംശയം. മത്സരം കടുത്തതാവും. ഇത്തവണ അങ്ങനെ ഒരു ഞങ്ങളുടെ അനുകൂലവുമാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകർ നല്ല ആത്മവിശ്വാസത്തോട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കരയോഗത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. ആ ഒരു ചെറിയ ഒരു ഇതിലാണ് 200 വോട്ടിനാണ് അന്ന് എനിക്ക് സീറ്റ് നഷ്ടപ്പെട്ടത്. അതിന് മുമ്പിലത്തെ തവണ 395 വോട്ടോടു കൂടിയാണ് ഞാൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ജയിച്ചത്. ഉപതെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും. കഴിഞ്ഞ ദിവസം